ഇന്ന് പെസഹ കാലം 7-ാം ഞായർ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ സ്മരിക്കുവാൻ തിരുസഭാ മാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശു മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും തൻ്റെ ശിഷ്യരോടൊപ്പം വീണ്ടും ജീവിക്കുന്നവനായി പലയിടങ്ങളിൽ പല പ്രാവശ്യം പ്രത്യക്ഷനാകുകയും ചെയ്തുകൊണ്ട് താൻ ഇന്നും എന്നും എപ്പോഴും ജീവിക്കുന്നവനാണ്, മരണത്തെ അതിജീവിച്ചവനാണ്, മരണത്തിന് ഇനി തൻ്റെ മേൽ ഒരധികാരവുമില്ല എന്നും ലോകമെങ്ങും പോയി തൻ്റെ ജീവനുള്ള വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ശിഷ്യന്മാരെ ഒരുക്കുകയും ചെയ്ത ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഉപവിഷ്ടനാകുവാൻ ആയിരുന്നിടത്തേക്ക് ആയിത്തീരുവാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയതിൻ്റെ ഓർമ്മ നാം ഇന്ന് ആഘോഷിക്കുന്നു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അത് നോക്കി അമ്പരന്ന് നിൽക്കുന്ന ശിഷ്യന്മാരോട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ക്രിസ്തു വീണ്ടും വരുമെന്ന് ഒരു ദൈവദൂതൻ പറയുന്ന ശബ്ദവും നാം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി നമ്മൾ അവനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുക്കമുള്ളവരായി ജീവിക്കണമെന്ന സത്യം വെളിപ്പെടുത്തുന്നു. മനുഷ്യനെ ദൈവമാക്കുവാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ നാം എത്തിച്ചേരേണ്ട ഇടത്ത് ആദ്യമെത്തി അവിടെ നമുക്ക് സ്ഥലമൊരുക്കി മടങ്ങി വരും. അപ്പോൾ നാം എല്ലാവരും അവൻ്റെ സ്നേഹം പങ്കുവച്ച് അവൻ്റെ വചനം ധ്യാനിച്ച് പഠിച്ച് ഒരുക്കമുള്ളവരായി കാണണം. ഇഷ്ടത്തിൽ നിന്നും സ്നേഹവും സ്നേഹത്തിൽ നിന്നുള്ള പുതുജീവനും ഉണ്ടാകുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നിത്യജീവൻ്റെ തുടിപ്പ് നമ്മിൽ ജനിക്കണം. ഇത് സഹനത്തിലൂടെ മാത്രമേ, ത്യാഗത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. മാലാഖമാരുടെ അകമ്പടിയോടെ സ്വർഗപ്രവേശനം ചെയ്ത ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും കൂട്ടിനുണ്ടായി സ്വർഗം തുറന്നു തരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.